ശബരിമലയ്ക്ക് പോകുമ്പോൾ ദർശനം കിട്ടാവുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും കയറി ദർശനം നടത്തി കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെയാണ് യാത്ര ആരംഭിക്കാറ്. ഞങ്ങൾ ചമ്രവട്ടം അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താൻ നേരത്ത് ഒരു ശബരിമല അയ്യപ്പ സേവ സംഘത്തിൻ്റെ ആളുകൾ ഞങ്ങളെ വണ്ടിക്ക് കൈകാട്ടി നിർത്തുകയും സ്വാമിമാർക്കുള്ള ഉച്ചഭക്ഷണം ഇവിടെ സൗജന്യമായി നൽകുന്നുണ്ടെന്ന് പറഞ്ഞു അവർ ഞങ്ങളെല്ലാവരും ക്ഷണിച്ചു. ഒരു ചെറിയ ഷെഡ് അടിച്ചിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ അവരുടെ ബോർഡൊക്കെ കെട്ടി തൂക്കിയിട്ടുണ്ട്. സ്വാമിമാർക്ക് വേണ്ട ഉച്ചഭക്ഷണം അവിടെ കൊടുക്കുന്നുണ്ട്. കഞ്ഞി, പയർ, അതുപോലെ തന്നെ അച്ചാറും. ഞങ്ങളെല്ലാ സ്വാമിമാരും അവിടെ ഇറങ്ങി ഭക്ഷണം എല്ലാം കഴിച്ച് അവരോട് നന്ദി പറഞ്ഞു. പിന്നീട് ഞങ്ങൾ നേരിട്ട് പോയത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയാണിത്. ഒരു ഉത്സവത്തിൻ്റെ പ്രതിനിധിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ചെണ്ട, കൊമ്പ്, കോയൽ, അതുപോലെ തന്നെ തിടമ്പേന്തിയ ആനകൾ, ശാന്തിക്കാർ, അങ്ങനെ ഒരുപാട് ആളുകൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലും അതുപോലെ തന്നെ ഈ തിടമ്പ എഴുന്നള്ളത്ത് നടത്തുന്ന സ്ഥലത്തൊക്കെ തിങ്ങി നിൽക്കുന്നുണ്ട്. സാധാരണ ഞങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശബരിമലയ്ക്ക് പോയി വരുന്ന വഴിക്കാണ് കയറാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ പൊരി, അതുപോലെ തന്നെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നാണ് വാങ്ങാറ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ തമിഴ്നാട് ഭാഗത്തേക്കുള്ള തഞ്ചാവൂർ ഭാഗങ്ങളിലൊക്കെ പോകണം എന്നുള്ള തീരുമാനമുള്ളത് കൊണ്ട് തന്നെ പോണ വഴിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം കിട്ടില്ല എന്ന് ഗുരുസ്വാമി പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ സ്വാമിമാരും ക്ഷേത്രത്തിൻ്റെ പുറത്തുകൂടെ പ്രദക്ഷിണം വെച്ച് വരാനാണ് ഗുരുസ്വാമി പറഞ്ഞത്. ഞങ്ങൾ കുറേ മുന്നോട്ട് നടന്നു നോക്കി. ദർശനത്തിന് നട അടച്ചിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നല്ല സെക്യൂരിറ്റി ഉണ്ട്. ആരും ഉള്ളോട്ടോ അല്ലെങ്കിൽ ഒന്ന് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോലും അനുവദിക്കാത്ത അത്ര തിരക്കും സെക്യൂരിറ്റി അന്ന് അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ പുറത്തു കൂടെ പ്രദക്ഷിണം വെച്ചു. പ്രദക്ഷിണം വെക്കുമ്പോൾ കണ്ടൊരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് ഒരു ആശ്ചര്യപ്പെടുത്തുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പറ അവിടെ വെച്ചിട്ടുണ്ട്. ആ പറേൻ്റെ മുകളിൽ നെല്ല്, അതുപോലെ തന്നെ മഞ്ഞൾ, കുങ്കുമം, അരി, ഉണങ്ങലരി, അങ്ങനെ വേണ്ട ഒരുപാട് സാമഗ്രികൾ അതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാകാത്തതിനെ കൊണ്ട് തന്നെ ഞങ്ങളത് ഒരാളോട് ചോദിച്ചത് എന്താണ് ഇന്നിവിടെ എന്താണ് ഉത്സവം, അതുപോലെ തന്നെ ഈ പറ നിറച്ചതിൻ്റെ പിന്നിൽ എന്താണ്. അപ്പോൾ ഒരു ഏച്ചി നമ്മളോട് പറഞ്ഞു അത് ഈ ക്ഷേത്രത്തിലെ ദേവിയുടെ ഉത്സവമാണെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ദേവീൻ്റെ തിടമ്പാണ് കിഴക്കേ നടയിൽ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. അതുപോലെ തന്നെ ദേവിയുടെ നർത്തകന്മാർ വന്നിട്ട് ആ സമർപ്പണമായ പറയിൽ വെച്ച കുങ്കുമം, മഞ്ഞളൊക്കെ സ്വയം അഭിഷേകം ചെയ്യും. ബാക്കിയുള്ള നെല്ല്, ഉണങ്ങലരി, അതുപോലുള്ള സാധനങ്ങളൊക്കെ അവർ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കും. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ചുറ്റും പ്രദക്ഷിണം വെച്ചു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത് അവർ നിരോധിച്ചിട്ടുണ്ട്. എടുക്കാൻ പറ്റാവുന്ന സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ഫോട്ടോസ് എടുത്ത് ക്ഷേത്ര പ്രദക്ഷിണം വെച്ച് നമ്മൾ വണ്ടിയിലേക്ക് പോകുന്ന വഴിക്ക് തടമ്പ എന്നുള്ളതുള്ള ആ ഒരു വരവ് ക്ഷേത്രത്തിലേക്ക് കയറാൻ നിൽക്കുകയാണ്. കുറച്ചു നേരം ഇത് നമ്മൾ നോക്കി നിന്നു. അതിനുശേഷം വീണ്ടും യാത്ര ആരംഭിക്കാൻ തുടങ്ങി.